വയനാട് ദുരന്തത്തിൽ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും ഉരുൾകൊണ്ടുപോയതിന്റെ വേദനയിലാണ് ഫിർഷാദ്. ഉപ്പയും ഉമ്മയുമടക്കം 5 പേരെയാണ് നഷ്ടമായത്. മഴയെ തുടർന്ന് സുരക്ഷിത സ്ഥാനമെന്ന് കരുതി അഭയം തേടിയ വീടാണ് പൂർണ്ണമായും തകർന്നത്. മൂന്ന് ദിവസമായി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഫിർഷാദും കുടുംബവും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിച്ചു. പക്ഷേ വിധി മറിച്ചായിരുന്നു. കനത്ത മഴയിൽ വെള്ളം വീട്ടിലേക്ക് ഇരച്ചു കയറി. പുറകെ ഭൂമി കുലുക്കി ഉരുൾപൊട്ടി. ഫിർഷാദും ഭാര്യയും മകളെ കോരിയെടുത്ത് ഓടി രക്ഷപ്പെട്ടു. കുടുംബത്തിലെ ബാക്കി 5 പേരും മണ്ണിനടിയിലായി. വൈഫിൻ്റെ കുട്ടീനെ കരച്ചിലായിട്ട് നമ്മൾ പെട്ടെന്ന് എണീക്കണം. അപ്പോൾ വീട്ടിൻ്റെ അടുത്ത് കൂടെ ഒക്കെ ഭയങ്കര ശബ്ദമാണ്. ഈ മരങ്ങളും കല്ലൊക്കെ കൂട്ടിയിടിക്കണം, ഭയങ്കര ഇതായി. വീട്ടിലുള്ള എല്ലാവരും കരയുന്നും കാര്യങ്ങളും. നമ്മുടെ വീട്ടിൽ അന്ന് 10-13 പേരോളം ഉണ്ടായിരുന്നു, പ്രായമായ ഉപ്പ ഉമ്മ എല്ലാവരും. നമ്മൾ വാതിൽ തുറന്നു നോക്കുമ്പോൾ വീട്ടിന് മുന്നിലേക്ക് മരങ്ങൾ വന്ന് അടിഞ്ഞ് കിടക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. സഹോദരനെയും ഭാര്യയെയും ലഭിച്ചു. ഉമ്മയെയും ഉപ്പയെയും സഹോദരന്റെ കുട്ടിയെയും ഇനിയും കണ്ടെത്താനായിട്ടില്ല. DNA പരിശോധനയ്ക്ക് സാമ്പിൾ നൽകി കാത്തിരിക്കുകയാണ് ഈ മകൻ. നമ്മളൊരു ഫോൺ ഉണ്ടായിരുന്നു, ആ ഫോൺ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ പിറ്റേ ദിവസം വൈകുന്നേരം വരെ നമ്മളൊരു കവറിൽ ആ ഫോൺ ഓഫായി പോയിട്ടുണ്ടായിരുന്നു. ചാർജ് ചെയ്യാനുള്ള സംവിധാനമൊന്നും ഉണ്ടായിട്ടില്ല. റെസ്ക്യൂ ചെയ്യുന്ന ആർമി പാലത്തിൻ്റെ അപ്പുറം കടത്തുന്നത് വരെ നമ്മുടെ കയ്യിലുണ്ട്. അതിനുശേഷം പെട്ടെന്ന് എൻ്റെ വൈഫ് ബോധം കെട്ട് വീണ് അവളെ എടുത്ത് വരികയും ചെയ്തു. അവളെ കയ്യിൽ നിന്ന് കവർ. അപ്പോൾ കവർ അവിടെ എല്ലാവരും വാങ്ങിയിട്ട് എന്തോ പാസ് ചെയ്ത് അവിടെ വെച്ചാണ്. അപ്പോൾ അതിൽ നമ്മളെ വീട്ടുകാരെ കുറച്ച് ഫോട്ടോസും ബാക്കി കാര്യങ്ങളൊക്കെ അതിലാണ് ഉള്ളത്. ഫോൺ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. രക്ഷപ്പെടുന്നതിനിടയിൽ ഇവരുടെ രേഖകളും കുടുംബാംഗങ്ങളുടെ ഫോട്ടോയും അടങ്ങിയ ഫോൺ രക്ഷാപ്രവർത്തകരുടെ കയ്യിൽ പെട്ടുപോയി. അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഫിർഷാദ്. 24 വയനാട്.